ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കിഡിലെ 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് ചോറൊക്കെ ബാക്കി വന്നാൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള 1 കപ്പ് ചോറ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അളവിലാണ് ഞാൻ ഇവിടെ ചോറ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാമിൻ്റെ കപ്പിലാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഒരു വലിയൊരു ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓവർ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് ഈ ഒരു രീതിക്ക് ഇതേപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം, പ്രശ്നമില്ല. ഏകദേശം നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ സവാള കേട്ടോ നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുപോലെ മല്ലിയിലൊക്കെ ചേർക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ചൊരു കുരുമുളക് ജസ്റ്റ് ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അതുപോലെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചാറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി എന്തെങ്കിലും ഒന്ന് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ചാറ്റ് മസാല ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവർ തന്നെ ആയിരിക്കും. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളിതിലേക്ക് 1 കപ്പ് ചോറിന് ഒരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ല വറുത്ത അരിപ്പൊടി തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/4 കപ്പ് അരിപ്പൊടി മതിയാവും. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്ത് പിന്നെ ബാക്കിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം. ഏകദേശം നമുക്ക് ഈ ഒരു രീതിക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പൊടി ചേർക്കണമെങ്കിൽ 1 ടീസ്പൂണൊക്കെ അളവ് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് കയ്യിൽ വെച്ചിട്ട് തന്നെ കോരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോരിയിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സ്പൂണും കൂടി വെച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്പൂണിനൊക്കെ ഒന്ന് വിട്ട് കിട്ടുന്ന ആ ഒരു രൂപത്തിൽ കിട്ടും കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മളെ വീട്ടിൽ ചായയൊക്കെ തിളയ്ക്കുന്ന ആ ഒരു സമയം മാത്രം മതിയാവും നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല മൊരിഞ്ഞിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. ചൂടോടൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.